ഹലോ ഗായ്സ്, ദിസ് ഇസ് YMK. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ്. ഇപ്പോൾ ഇതൊരു ഫെർമെൻറ്റഡ് പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് ആൻഡ് ഇതിൻ്റെ പേരാണ് ടെപ്പാച്ചെ. ഇപ്പോൾ ഈ ടെപ്പാച്ചെ എന്ന് പറഞ്ഞ ഡ്രിങ്കിന് നമുക്ക് വേണ്ടതായിട്ടുള്ളതാണ് പൈനാപ്പിളിൻ്റെ തൊണ്ടോട് കൂടി തന്നെ നമ്മൾ പൈനാപ്പിൾ യൂസ് ചെയ്യാണ്. പണ്ട് ഇതൊക്കെ ലെഫ്റ്റ് ഓവേഴ്സ് വെച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരു മെക്സിക്കൻ ഡ്രിങ്ക്, അപ്പോൾ മെക്സിക്കോയിൽ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഡെഡിക്കേറ്റഡ് ഫുൾ പൈനാപ്പിൾ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കിട്ടുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ക്യുമിനും, കുറച്ച് കാർഡമമിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പൂടെ കുറച്ച് സിന്നമൺ, പിന്നെ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ ഉണ്ടായിരുന്നില്ല, പക്ഷേ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് അടിച്ച മിക്സ്ചർ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത്, സാധാരണ ശരിക്കും ബെറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒപ്പീനിയനിൽ ഇത് മിക്സ് ചെയ്തിട്ട് അടിക്കാണ്ട് അങ്ങനെ ഇടുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര. നമ്മൾ ഷുഗർ ഇടുമ്പോൾ പേടിക്കണ്ട, ഈ ഷുഗർ കൊണ്ട് നമുക്ക് ഡയബറ്റീസ് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഈ ഷുഗർ ബാക്ടീരിയ മുഴുവൻ തിന്നു തീർക്കും. ഇപ്പോൾ കൂടുതൽ ബാക്ടീരിയ പ്രൊഡക്ഷൻ ഷുഗർ നല്ലതാണ്, അപ്പോൾ നോ പ്രോബ്ലംസ്. അതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റും യൂസ് ചെയ്തു. ഈസ്റ്റ് ഉപയോഗിച്ചു. പിന്നെ നല്ലൊരു തുണി ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി അതിൻ്റെ മീതെ ക്യാപ്പിട്ട് അടച്ചു. കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡേ 1 കണ്ടില്ലേ, കുറച്ച് ഫ്രൂട്ട് താഴെ, കുറച്ച് ഫ്രൂട്ട് മുകളിലേക്കായിട്ട് കണ്ടില്ലേ. പക്ഷേ ഡേ 4 ആയപ്പോഴേക്കും കണ്ടോ, കംപ്ലീറ്റ് ഫ്രൂട്ട് മുകളിലേക്ക് കയറി വന്നു, ഫ്രൂട്ടിൻ്റെ പീലേക്ക് മുകളിലേക്ക് വന്നു. പിന്നെ ഇങ്ങനെ ഗ്യാസ് ബബിൾസ് വന്നിട്ടില്ലേ, ഇത് ആ ബാക്ടീരിയ ഫുൾ സാധനത്തിനെ ഫെർമെൻറ്റ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഡേ 4 ആയപ്പോഴേക്കും നമുക്ക് ഈ ഫെർമെൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. കൂടുതൽ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി വെറുതെ വിനീഗറായി പോകും, പിന്നെ കുടിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്പ് ക്യാപ്പ് ബോട്ടിൽസ് വാങ്ങിച്ചു, ഒരു 6 പിന്നെ ഒരു സ്ട്രെയിനറും വാങ്ങിച്ചു. ഇപ്പോൾ സ്ട്രെയിനർ ഉപയോഗിച്ച് കംപ്ലീറ്റ് ഈ സാധനത്തിനെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. റെസിഡ്യൂ മൊത്തം മുകളാവട്ടെ. അതിനുശേഷം ഞാൻ ചുമ്മാ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് വേറൊരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ആ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഒരല്പം സ്പൈസ് ഇട്ട്, ഒരുപാടിട്ടെങ്കിൽ വൃത്തികേടാവും സാധനം. അതടിച്ചൊരു ചെറിയ ജ്യൂസാക്കി. ഇപ്പോൾ ഈ ജ്യൂസിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 6 ബോട്ടിൽസിലേക്കും അങ്ങോട്ട് ഈക്വൽ എമൗണ്ടിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തുപറ്റുമെന്ന് വെച്ചാൽ ആ ഒരു ഒരുപാട് മട്ടിക്കുന്ന ടേസ്റ്റ് കുറയും. എന്നിട്ട് ഞാൻ ഈ ടെപ്പാച്ചെ മെയിൻ സിറപ്പ് ഓരോ ബോട്ടിൽസിലേക്ക് ഒഴിക്കണം. ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ഫുൾ ബോട്ടിൽ നിറയ്ക്കരുത്. കണ്ട, അത്രയും ഗ്യാപ്പ് കൊടുക്കുക. കാരണം ഇത് 2 ദിവസം കൂടി നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും പുറത്ത്. അതിനുശേഷം 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം പിന്നെ പൊട്ടിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ